സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം എടുത്തോ. ഹൈദർ കടന്നു കളയുന്ന സ്ഥലം ഏതാണ്? എ കുലശേഖരം, ബി ബാംഗ്ലൂർ, സി മാട്ടുപ്പെട്ടി. ഇതെനിക്ക് തോന്നുന്നതേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കുലശേഖരപുരം. കുലശേഖരപുരം അല്ലേ? കുലശേഖരം. കുലശേഖരം. പെരുമാൾ വന്നപ്പോഴേ കുലശേഖര പെരുമാളൊക്കെ മനസ്സിൽ കയറിയപ്പോഴാണ് കുലശേഖരം ഞാൻ എടുത്ത് കയറിട്ട് കെട്ടിപ്പൂട്ടി. എന്തോ പറയാൻ വന്നല്ലോ. അല്ല, ഞാനിതേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോഴേ കുലശേഖരം എന്നൊക്കെ പറയാൻ ഇങ്ങനെ പറയുമ്പോൾ രസകരമായിട്ട് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റാണ് ലാലു ലക്സ്. അപ്പൊ ഇങ്ങനെ ചേട്ടൻ ചോദിക്കണ മാതിരി തന്നെ ഇത് ഞാനങ്ങ് എടുത്തൊക്കെ പൂട്ടുക പോനെ. കുലശേഖരപുരം. പറയാൻ നേടാം, പണം നേടാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്ക് ചീക്കുട്ടിനെ പോലെ ചിരിക്കാൻ അറിയത്തില്ല. അത് അങ്ങനെ വളരെ ഇങ്ങനെ സ്പഷ്ടമായിട്ട് പറയുള്ളൂ. അത് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുള്ളൂ. ജോഷി, എന്നാ പിടിച്ച ഒരു ചോദ്യം. ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്നു, പിന്നെ അത് മലയാളത്തിൽ ലാൻഡ് ചെയ്യുന്നു, പിന്നെ ഹിന്ദിയിലോട്ട് ഒരു ടേക്ക് ഓഫ് ആണ് അങ്ങോട്ട്. അത് ശരി. എന്താണത്? ആ വാക്കെന്താണ്? ആ വാക്ക് ഇംഗ്ലീഷിൽ തുടങ്ങി മലയാളത്തിൽ ലാൻഡ് ചെയ്ത് ഇന്ത്യയിൽ കയറി പറന്നൊരു പോക്കാണ് കുറെ കാലം. എന്താണ് ആ സംഭവം? ആ വേർഡ് എന്താണ്? എനിക്കറിയത്തില്ല. അറിയില്ല? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളൊക്കെ അനുഭവിച്ചാണ്. ആണോ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചാണെങ്കിൽ ചിലപ്പോ കഷ്ടപ്പാടാണോ? അല്ല, കഷ്ടപ്പാടല്ല. എനിക്കറിയില്ല ഏട്ടാ. ഇതൊരു ഞംഞമ്മാണ്. പുട്ടാണോ? ആ കാറ്റഗറിയിലൊക്കെ വരും. പുട്ടും മുട്ടയും. പുട്ടും മുട്ടയും കടലയോ കഴിക്കാനുള്ളത്. അതെല്ലേ? ഞാൻ രണ്ടാമത് പറഞ്ഞു നിങ്ങളൊക്കെ അനുഭവിച്ചാണെന്ന് പറഞ്ഞു, എന്നിട്ടും പോകുന്നില്ല. ഇല്ല, എങ്കിൽ ഞാൻ പറയാം. ഇംഗ്ലീഷ് വി, മലയാളം വാ, ഹിന്ദി ഹം. വിവാഹം. എന്തിനാ എന്നെ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കണേ? ദൈവമേ, അത് വീണ്ടും പറഞ്ഞ് എന്നെ എന്തിനു പേടിപ്പിക്കണേ? എന്തായാലും അടിപൊളി ക്ലൂ കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. നല്ലൊരു കുസൃതി ഉണ്ടായില്ല. പക്ഷെ ഇത് എല്ലാവരും പറയില്ല, കാരണം അത്രയും പേടിപ്പെടുത്തുന്ന ഒരു വാക്കാണ്. ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും ആണോ പോണേ, അതോ വീട്ടിലോട്ടാണോ? ഇല്ലില്ല. ഏ കുലശേഖരം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റ്സ്. അപ്പൊ 4 ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത സെഗ്മെന്റ് ആയിട്ടുള്ള രാജമാണിക്യത്തിൽ കയറാം. രാജമാണിക്യം. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, ഒരു ഉത്തരം. നോ ക്ലൂ. 10 സെക്കൻഡ്. ഓക്കെ? റെഡി? ഓക്കെ. പക്ഷെ മുഖത്തൊരു ചെറിയൊരു ടെൻഷൻ. എനിക്ക് അങ്ങനെ ക്ലൂ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ മാത്രമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാരക്ടർ കാണിക്കുക. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് മനസ്സിനൊരു അയവ് കിട്ടുമല്ലോ. ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? സാധാരണ എഴുതിയിൽ ഈ കുട്ടികൾ പാടാനൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയും, മോളെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കും, എന്നാലേ പാടാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പൊ ഒരു ക്യാരക്ടർ. അപ്പൊ എനിക്ക് തോന്നുന്നത് കേരളത്തില് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള, ഒരു ആക്ഷേപങ്ങളില്ലാത്ത, അല്ല അങ്ങനെ പക്ഷെ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്തൊരു പാവ മനുഷ്യന്റെ ശബ്ദം. മനസ്സിലായി എനിക്ക്. സത്യത്തിൽ ചിരിക്കുട്ടൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, എൻ്റെ ജനസമ്പർക്ക പരിപാടി പോലെ തന്നെ അത്രയും പ്രേക്ഷകരുള്ളൊരു പരിപാടിയാണ് പറയാം നേടാം പണം നേടാം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. ഞാൻ എൻ്റെ വീട്ടിലിരുന്നത് കാണുമ്പോൾ ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് തന്നെ ഈ ചിരിക്കുട്ടൻ്റെ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂംസിനെ കുറിച്ച്. അത് കണ്ണിന്
അത്രയുമധികം ഇമ്പമുണ്ടാക്കുന്ന ഒരു ഡ്രസ് സെൻസ് തന്നെ ചിരിക്കുട്ടനുണ്ട്. ഒത്തിരി സന്തോഷം ഈ ഫ്ലോറിൽ വന്ന് ഈ ഒരു കാര്യം തുറന്നു പറയാൻ സാധിച്ചതിൽ ഒത്തിരി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. സൂപ്പർ 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 സൂപ്പർ. ഒന്ന് റിലാക്സ് ആയില്ലേ? ഓ തീർച്ചയായിട്ടും. ചോദ്യം: ധ്രുവം എന്ന സിനിമയുടെ തിരക്കഥ ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10 ഇത്രയും അടിപൊളിയായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ എസ് എൻ സ്വാമി. 3 2 1. ഷഡ്ഡുലതയാണ്. എസ് എൻ സ്വാമി ഉറപ്പായിരുന്നു. ഉറപ്പ്. എന്നാൽ എസ് എൻ സ്വാമി ശരിയാണോ? അല്ല, അതിപ്പോൾ ഭയങ്കര ടെൻഷനായി പോയല്ലോ. ഇപ്പൊ ചേട്ടന്റെ കൂട്ടുകാരൻ ചോദിക്കുന്ന പോലെയാവും. എന്നതാ ചിരിക്കുട്ടായത്, സംഗതിയൊക്കെ പോയല്ലോ മോനെ, അതുപോലെ ആവുമോ ഞാൻ? ജോഷി പുലിയാണ്, പുലി. വളരെ വളരെ ശരി ഉത്തരമാണ്. 20,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ നന്മയേറിയ സ്ഥലം. താങ്ക് യു.